പദ്ധതി നടപ്പിലാക്കാത്തതിന്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരള പദ്ധതിക്ക് ഫണ്ട് നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് മധ്യമേഖലാ നേതൃസംഗമം ആവശ്യപ്പെട്ടു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാത്തതിന്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരള പദ്ധതിക്ക് ഫണ്ട് നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് മാതൃകയിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മധ്യമേഖലാ നേതൃസംഗമം ആവശ്യപ്പെട്ടു. കേന്ദ്രം നിർദ്ദേശിച്ച 4 വർഷ ബിരുദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെ PM ശ്രീ പദ്ധതിയും നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നിയമ നടപടി സ്വീകരിക്കാത്തതെന്ന് വ്യക്തമാണ്. ഇത് കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുകളിയുടെ ഭാഗമായാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യൂണിഫോം, പാഠപുസ്തകം എന്നിവയെല്ലാം സംസ്ഥാനതല ഉദ്ഘാടനത്തിനപ്പുറം കുട്ടികൾക്ക് ലഭ്യമല്ലാത്ത സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ വർഷം പരിഷ്കരിച്ച പുസ്തകങ്ങളുടെ ടീച്ചർ ടെക്സ്റ്റുകൾ പോലും നൽകാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ആധാര സമയപരിധി വർദ്ധിപ്പിക്കാമെന്നും കായികാധ്യാപിക വിദ്യാർത്ഥി അനുപാതം 300-ന് 1 അധ്യാപക സംഘടനാ യോഗത്തിൽ മന്ത്രി നൽകിയ ഉറപ്പ് ഇതുവരെ പാലിക്കാത്തതിൽ KSTU പ്രതിഷേധം രേഖപ്പെടുത്തി. യാതൊരു പ്രായോഗികതയുമില്ലാത്ത പാഠപുസ്തക പരിഷ്കരണം തികഞ്ഞ പരാജയമാണെന്ന് നേതൃസംഗമം വിലയിരുത്തി. 2015-നു ശേഷം സർവീസിലുള്ള അധ്യാപകർക്ക് ജോലി സംരക്ഷണം നൽകണമെന്നും ഹൈസ്കൂളുകളിൽ 1:40 അനുപാതം നടപ്പിലാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. സംഘടനാ സെഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലൂർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. അസോസിയേറ്റ് സെക്രട്ടറി PKM ഷഹീദ് അധ്യക്ഷനായി. സംസ്ഥാന ഭാരവാഹികളായ PV ഹുസൈൻ, KT അമാനുള്ള, MA ജാബിർ, അലി നാസർ, തോളത്ത് KPS സലീം, ഷായിന NK എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ജില്ലാ ഭാരവാഹികളായ NP മുഹമ്മദ് അലി, വീരാൻകുട്ടി, ഷൗക്കത്ത് അലി, PM റഷീദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.